നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടിയ മേഖലയുടെ പുനരധിവാസത്തിനായി നിരവധി പേരാണ് സഹായ വാഗ്ദാനവുമായി രംഗത്ത് വന്നത്. നിരവധി വ്യക്തികൾ തുക സമ്മാനിക്കുകയുണ്ടായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്. ഇപ്പോൾ ഇതാ മുഖ്യമന്ത്രിയും ഭാര്യ കമലയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി 1 ലക്ഷം രൂപയാണ് സംഭാവന നൽകിയിരിക്കുന്നത്. ഭാര്യ കമല 33,000 രൂപയാണ് നൽകിയിരിക്കുന്നത്. CPM MLA-മാരും MP-മാരും 1 മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. CPM സംസ്ഥാന കമ്മിറ്റി 25 ലക്ഷം രൂപ നൽകും. മാത്രമല്ല പാർട്ടിയുടെ ത്രിപുര, തമിഴ്നാട് ഘടകങ്ങൾ 10 ലക്ഷം രൂപ വീതം നൽകുമെന്നാണ് MP ഗോവിന്ദൻ മാസ്റ്റർ നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. കോൺഗ്രസ് MLA രമേശ് ചെന്നിത്തല തന്റെ 1 മാസത്തെ ശമ്പളം CMRDRF-ലേക്ക് നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ സ്ഥലം സന്ദർശിച്ച ശേഷം 25 ലക്ഷം രൂപ അദ്ദേഹം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതിന് പിന്നാലെ വിശ്വശാന്തി ഫൗണ്ടേഷൻ വക 3 കോടി രൂപ നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. മാത്രമല്ല നിരവധി സഹായങ്ങളാണ് പല താരങ്ങൾ അതുപോലെ തന്നെ സാധാരണക്കാർ അടക്കമുള്ളവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും 1 ലക്ഷം രൂപയും ഭാര്യ കമല 33,000 രൂപയും പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം വയനാട് ദുരന്ത മേഖലയിലുള്ള രക്ഷാപ്രവർത്തനങ്ങളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. കാണാതായവർക്കായി തിരച്ചിൽ നടന്നു. ഇന്ന് 3 മൃതദേഹം കിട്ടി. ഈ മൃതദേഹങ്ങളുടെ സംഖ്യയൊക്കെ കൂടുന്നുണ്ട്. മാത്രമല്ല ഇവരെ അടക്കാനുള്ള സ്ഥലമൊക്കെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിൽ പല മൃതദേഹങ്ങളും കിട്ടിയിട്ടുണ്ട്. അവ പൊതു ശ്മശാനങ്ങളിൽ സംസ്കരിച്ചു. 200-ലധികം പേരെ ഇനിയും കണ്ടെത്താനായിട്ടുണ്ട്. മുണ്ടക്കൈയും പുഞ്ചിരിമട്ടവും കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരച്ചിൽ നടന്നിരുന്നു. നാടിനെ ആകെ വളരെയധികം സങ്കടത്തിലാഴ്ത്തിയ ഞെട്ടിച്ച ഒരു ഉരുൾപൊട്ടൽ ദുരന്തമായിരുന്നു വയനാട്ടിലെ ചൂരൽമലയിൽ ഉണ്ടായത്. ഇന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അവിടെ സന്ദർശിച്ചിരുന്നു. പെട്ടെന്നുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരു നാടാകെ ഇല്ലാതായ നടുക്കം അവിടെയുള്ളവരിൽ നിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല. അതേസമയം ഈ ദുരന്തമുഖത്തും ദൃഢനിശ്ചയത്തോടെ മനസാന്നിധ്യം കൈവിടാതെ രക്ഷാപ്രവർത്തനം വലിയ രീതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം കളക്ടറേറ്റിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷ നേതാവ്, പ്രതിപക്ഷ ഉപനേതാവ്, സ്ഥലം MLA, ജനപ്രതിനിധികൾ, മറ്റ് രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു. യോഗം രക്ഷാപ്രവർത്തനത്തിന്റെ പുരോഗതി വിലയിരുത്തി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. ഉരുൾപൊട്ടൽ രക്ഷാദൌത്യത്തിനെ പുനരധിവാസത്തിനെ തുടർ പ്രവർത്തനങ്ങൾക്ക് 4-അംഗ ക്യാബിനറ്റ് ഉപസമിതിയെ ചുമതലപ്പെടുത്തി. ജില്ലയിൽ കാലവർഷക്കെടുതിയോട് അനുബന്ധിച്ച് തുടങ്ങിയ 91 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 9,328 പേരെയാണ് മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. ചൂരൽമല ദുരന്തത്തിന്റെ സാഹചര്യത്തിൽ തുടങ്ങിയ 9 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 578 കുടുംബങ്ങളെ 2,328 പേരെ മാറ്റി താമസിപ്പിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള അവശ്യ വസ്തുക്കൾ ബന്ധപ്പെട്ട വകുപ്പുകൾ ഉറപ്പാക്കുന്നുണ്ട്. റേഷൻ കടകളും സപ്ലൈകോ വിൽപ്പനശാലകളും ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.